ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നടനും മോഡലും സ്റ്റാർ മാജിക് താരവുമായ ഷിയാസ് കരീമിൻ്റെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിലെ ബിസിനസ്സുകാരിയായ ഒരു യുവതി ഷിയാസ് കരീമിനെതിരെ തന്നെ കബളിപ്പിച്ചു പണം തട്ടിയെന്നും അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തി നഗ്നചിത്രങ്ങൾ പകർത്തിയെന്നും പലപ്പോഴായിട്ട് 65 ലക്ഷം രൂപ തൻ്റെ കയ്യിൽ നിന്ന് കൈക്കലാക്കിയെന്നും ജീവിതകാലം മുഴുവൻ തന്നെ ഒപ്പം കൂട്ടിക്കോളാമെന്ന് പറഞ്ഞു പറ്റിച്ചു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു പരാതി പാലാരിവട്ടം പോലീസിൽ കഴിഞ്ഞ ദിവസമായിരുന്നു കൊടുത്തിരുന്നത്. തീർച്ചയായിട്ടും അതിനുതകുന്ന രീതിയിലുള്ള ശബ്ദ സന്ദേശം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് കേൾക്കുന്നതോടുകൂടി ഞാൻ പറഞ്ഞതുപോലെ ഷിയാസ് കരീമിൻ്റെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. യുവതി അവരുടെ പരാതിയിൽ പറഞ്ഞ ഏകദേശം കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണ് എന്ന് ശരിവെക്കുന്ന രീതിയിലുള്ള ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഞാൻ മരിച്ചാൽ എൻ്റെ കബറിൻ പുറത്ത് മണ്ണിടാൻ നീ ഉണ്ടാവണമെന്നും അതുപോലെ തന്നെ നീ മരിച്ചാൽ നിന്റെ കബറിൻ പുറത്ത് ഒരു പിടി മണ്ണ് വാരിയിടാൻ ഷിയാസ് കരീം ഉണ്ടാവുമെന്ന് യുവതിക്ക് വാക്ക് കൊടുക്കുന്ന ശബ്ദ സന്ദേശം, അതുപോലെ തന്നെ GST പ്രശ്നവുമായി ബന്ധപ്പെട്ട് പണം കയ്യിൽ തന്നാൽ മതിയെന്നും പലപ്പോഴായിട്ട് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയുന്ന സംഖ്യകൾ ഷിയാസ് കരീം കൈപ്പറ്റിയെന്ന് തെളിയിക്കുന്ന ശബ്ദ സന്ദേശം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനെ ശാസ്ത്രീയമായ പരിശോധന മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ യുവതി പറഞ്ഞത് 100% സത്യമാണ് എന്ന് ശരിവെക്കുന്നതാണ്. ഷിയാസ് കരീം കൊഞ്ചിക്കൊയ്യുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിയമപരമായിട്ട് ഷിയാസ് കരീം കുറച്ചുകൂടി ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. ഷിയാസ് കരീം നിലവിൽ ഒളിവിൽ പോയിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പാലാരിവട്ടം പോലീസ് ഏതായാലും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമുക്ക് ആ ഞെട്ടിക്കുന്ന ശബ്ദ സന്ദേശം നമുക്ക് തീർത്തും ഈ ഓഡിയോ ക്ലിപ്പ് തീർത്തും നമുക്ക് ഈ ചാനലിലൂടെ കാണാൻ വേണ്ടി സാധിക്കും. ഏതായാലും ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യാനായി ചാനൽ സബ്സ്ക്രൈബ് ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. പോവാം ഓഡിയോയിലേക്ക്. എൻ്റെ ഒരു പൈസ ഒന്നുമില്ല. ആദ്യമാടത്ത് പറയാൻ പറ്റും എൻ്റെ ഒരു പൈസ ഇല്ല. അതിർമ 30,000 രൂപയ്ക്ക് പണിയെടുക്കാമെന്ന് പറഞ്ഞു തുടങ്ങിയതാ. ഇപ്പോൾ 1 ലക്ഷം രൂപ അടുത്തായി. ഈ പണിക്കാശ് വാങ്ങാൻ തേങ്ങ ഒന്നും പറയണ്ട. ഒന്ന് പോടി ഒന്ന് കൊഞ്ചാതെ എന്നെ വരില്ലാന്ന്. മരണം വരെ ഞാൻ പറഞ്ഞു, നീ എൻ്റെ മരണം വരെ ഞാൻ നിൻ്റെ മരണം വരെ ഉണ്ടാവും. മരിച്ചു പിന്നെ നമ്മളാരും ശല്യപ്പെടുത്തൂല. അങ്ങനെ കൊഞ്ചല്ലടി കൊഞ്ചല്ലേ. എനിക്ക് ഞാനും എൻ്റെ കുടുംബമല്ല പിന്നെ ആരുള്ള ഞാനത് പറയാം. ഇപ്പം നിലവിൽ അത് പൊളിക്കും. നിർത്തടി ചലക്കാതെ. അതെ അതെ അതെ, ഞങ്ങൾ സെയിം പൈസ കെട്ടാം. അതെ, വേറെന്താ പരിപാടി? ഇക്കുന്നൊക്കെ പുറത്ത് വെച്ച് ആരുടെ മുമ്പിൽ വെച്ച് വിളിക്കണട്ടാ. ഓക്കെ, ഷിയൂന്നല്ലേ? ഷിയു ഓർമ്മ വാങ്ങിച്ചിടാൻ പറഞ്ഞോ ഓരോരുത്തർ. ഇതിന് വിലയുള്ളതാണേ 20,000 രൂപ ഉണ്ട്. അപ്പോൾ ഓർമ്മ ആ വിലയുടെ സൺഗ്ലാസ് ഓർമ്മ വാങ്ങിച്ചിടാൻ പറ. വില വേണ്ട വയ്ക്കണേ. ഓക്കെ, എന്തായാലും അയക്കേ. 10 ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് പരിപാടികൾ പെട്ടെന്ന് ഇവിടെ തുടങ്ങും. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ 2 വന്നു കഴിഞ്ഞാൽ പരിപാടി ഈസി ആയിരിക്കും. ഇൻഷാ അല്ലാ അത് ജിമ്മ് എന്തായാലും ഞാൻ സെറ്റാക്കി. ഞാൻ നിൻ്റെ 20 ലക്ഷം രൂപയിൽ അത് തീർക്കണം എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞാൽ ഇൻഷാ അല്ലാ അത് തീർക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ കുറച്ച് പൈസ കൂടുതലാണെങ്കിൽ നമുക്ക് നീ എന്തായാലും ചെയ്തു തന്നെന്നുള്ളൂ. അത് ഓക്കെ ആവാൻ മനസ്സ് പറയണം. ബാക്കി ഇത്തിരി ടൈറ്റ് വരുമായിരിക്കും. എന്തായാലും ഇൻഷാ അല്ലാ റെഡിയാക്കി എടുക്കണം. അതെന്തായാലും അത് അവിടെ നിന്ന് സാധനമൊക്കെ വാരിക്കൂട്ടി ഒന്ന് ഫിറ്റും ഇത്തിരി സ്പ്രേ പെയിനൊക്കെ ചെയ്യണം. കുറച്ചൊന്ന് വൃത്തിയാക്കണം. അതൊക്കെ ചെയ്തൊന്ന് സെറ്റാക്കി എടുക്കണം ഇൻഷാ അല്ലാ. ഓക്കെ, അത് അക്കൗണ്ട് വഴി 1 ലക്ഷം 10 ലക്ഷമൊക്കെ 5 ലക്ഷമൊക്കെ അല്ലെങ്കിൽ 20 ലക്ഷമൊക്കെ ഇടുമ്പോൾ ഒരു സോഴ്സ് ചോദിക്കും. അതിനുമ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ നീ എനിക്ക് പൈസ തന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അക്കൗണ്ടിൽ ഇടുക. എന്നിട്ട് അത് അപ്പോൾ തന്നെ ട്രാൻസ്ഫർ. അപ്പോൾ നമുക്ക് പറയാമല്ലോ ജിമ്മിൻ്റെ വർക്കിൻ്റെ പൈസ അങ്ങനെ പറയാൻ പറ്റും. അതങ്ങനെ ചെയ്തോളൂ. അങ്ങനെ ചെയ്താൽ നല്ലത്. അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല എനിക്ക് കേട്ടോ. ശരി, ഓക്കെ, നോമ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാ അല്ലാ. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഞാൻ ടാക്സ് അടയ്ക്കാം. ഇപ്പോൾ അടയ്ക്കണം, അല്ലെങ്കിൽ പണി പാടും. നീ പൈസ ആയിട്ട് തന്നായിട്ടോ. അത് അക്കൗണ്ട് വേണ്ട. അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് അത് ട്രാൻസാക്ഷൻ കാണിക്കണം. നമുക്ക് ഭയങ്കര ഇതൊക്കെ ഇതിൻ്റെ ലീഗൽ ഇത് കാണിക്കണം. അല്ലാതെ ചെയ്താൽ നമുക്ക് അല്ലാതെ ചെയ്യുമ്പോഴാണ് നല്ലത്. ശരി, ഓക്കെ. എനിക്ക് 10 ലക്ഷം രൂപ എനിക്ക് അക്കൗണ്ടിൽ വേണ്ട, കൈ തന്നാൽ മതി. കാര്യം അക്കൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് അടയ്ക്കണം. ജിമ്മോട് കഴിയുമ്പോൾ അത് അടയ്ക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പണി കിട്ടും. ഞാൻ ഒന്നും പറയാനില്ല. ശരി,
എക്യുപ്മെന്റ്സിന് കുറച്ച് അഡ്വാൻസ് കൊടുക്കാന്നാ. ഓക്കെ, ശരി. ഒരു സമയത്ത് എത്ര രൂപ നമുക്ക് ട്രാൻസ്ഫർ വലിക്കാൻ പറ്റും ATM-ൽ നിന്ന്? 1 lakh എടുക്കാൻ പറ്റുമോ ഒരു ദിവസം? എനിക്ക് ആ പേഴ്സണൽ ലോൺ ഒന്ന് ക്ലോസ് ചെയ്യണം. അത് 5 ലക്ഷത്തി സംതിങ് ഉണ്ട്. അത് ക്ലോസ് ചെയ്യണം, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. വേറെ പിന്നെ നമ്മുടെ കാർ ലോൺ, ഹൗസ് ലോൺ, അത് അടച്ചടച്ച് പോയിക്കോളും. ജിമ്മിൻ്റെ പണി തുടങ്ങണം ഈ ദിവസങ്ങൾ. നോമ്പിനൊക്കെ പണി തുടങ്ങണം. വയറിങ്ങും പ്ലംബിങ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ പെയിൻറ്റിങ്ങൊക്കെ ചെയ്യണം. നമുക്ക് ഹെൽത്ത് ഈസ് വെൽത്ത്. നിങ്ങൾ ഹെൽത്ത് ശ്രദ്ധിക്കട്ടാ. അതായത് എന്ത് ചെയ്യാനാ? മറ്റേ എന്തായി മറ്റേ ഫണ്ടിൻ്റെ കാര്യം? ഞാൻ ഫോട്ടോ എടുത്തല്ലോ, അവരെടുത്തിട്ടുണ്ടാവും. ഞാൻ നോക്കട്ടെ, അയച്ചാം. വേറെ ശേഷം എവിടെയുള്ള എന്തായാലും എല്ലാം ഓക്കെ അല്ലേ? കുറച്ച് ഇത് വേണ്ടി കേട്ടോ, നമ്മൾ തുടങ്ങാൻ പോണ പരിപാടി, പണി തുടങ്ങാനുള്ള പരിപാടിയാണ്. നീ അത് എനിക്ക് തന്നാൽ മതി പൈസ ആയിട്ട്. അക്കൗണ്ടിൽ ഉണ്ടോ? കാരണം ഈ ട്രാൻസാക്ഷൻ വേണ്ടി ഇത് GST ഇഷ്യൂ വരും. തന്നാൽ മതി. ഞാനത് പതുക്കെ പണി 10 തന്നാൽ മതി. ആ പണി തീർക്കാൻ പറ്റും. റെഡിയാക്കി. പൈസ വേണത് എന്തായാലും റെഡിയാകും ഇൻഷാ അല്ലാ. ഓക്കെ, സെറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളാം. ജിമ്മിൻ്റെ പരിപാടിയെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ അതൊന്നും വിഷയമല്ല, അത് പണി നടക്കുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാണ്. പൈസ ഫണ്ട് ഇടി നമുക്ക് പതുക്കെ മെഷീൻ അഡ്വാൻസ് കൊടുക്കാം. പിന്നെ അങ്ങനെ ചെറിയ പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാം. വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. കുറച്ച് മാറ്റിന് അഡ്വാൻസ് കൊടുക്കണം. പിന്നെ അവിടെയുള്ള കുറച്ച് പെയിൻറ്റിങ്ങും പ്ലംബിങ് വയറിങ്ങൊക്കെ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ മെഷീനുകൾ നമുക്ക് മാറ്റാം. ഒരു 2 ആഴ്ച അവർക്ക് അവധി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെഷീൻ മാറ്റി പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. നോമ്പ് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ഉദ്ഘാടനം വെക്കണം. മാളിനെ വരുത്തിക്കാം. എൻ്റെ നല്ലതിനും ചീത്ത സമയത്തും നല്ല സമയത്തും എപ്പോഴും കൂടെ ഉണ്ടായാൽ മതി. സപ്പോർട്ടായിട്ട്, താങ്ങായിട്ട്, തണലായിട്ടും. അതിനിടയിൽ എന്ത് നടന്നാലും നമുക്ക് ബോണസ് അത്ര തന്നെ. എനിക്ക് ഒരു കുഴപ്പമില്ല. നീ എപ്പോഴും എൻ്റെ മരണം പോലെ ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് വരയ്ക്കുകയാണെങ്കിൽ നീ എൻ്റെ സന്തോഷിനോടെ ഉണ്ടാവും, മണ്ണിടാനൊക്കെ ആയിട്ട്. നീ വരയ്ക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാവും, അത്ര മതി. അവൾക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പറയാൻ അങ്ങനെയല്ല, ശ്രദ്ധിക്കും എന്ന് പറയണേ. ദിവസം അനീറ്റ നമ്മുടെ അപ്പൂൻ്റെ ഗേൾഫ്രണ്ട്, അവളെന്ന് പറഞ്ഞു ഞാൻ ഫ്ലാറ്റ് സ്റ്റാറ്റസ് ഫുള്ള് ഷിയാസ്കിയാന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മാള് ചോദിച്ചു, അവൾക്ക് ഇടയ്ക്ക് തന്നെ ഈ ലവിൻ്റെ സ്റ്റാറ്റസ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ പ്രാന്താന്ന് തോന്നുന്നു, അത്രേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞാണ്, ജസ്റ്റ് ടോക്കൊന്നും അത്രേ ഉള്ളൂ. അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാണ്. നീ ലവും ക്യൂവൊന്നും അതിൽ ഇടണ്ടെന്ന് പറഞ്ഞാൽ അധികം അത് നിൻ്റെ വില പോവും. നിനക്ക് ലവ് ഉണ്ടെങ്കിൽ നിൻ്റെ അവൾ ശ്രദ്ധിക്കും എന്ന് പറഞ്ഞാണ്. നീ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ. നിനക്കറിയാതെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന്. അതിൽ മോണെന്നൊക്കെ പറഞ്ഞിട്ടാൽ മതി. ഞാനങ്ങനെ ഒന്നുമില്ല, അത് ഒഴിവാക്കണതിന്. അത് നിന്നെ ഭയങ്കര കാര്യമാണ്, ഉമ്മാനെ പോലെയാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. അത് കുഴപ്പമില്ല, നീ നൈസായിട്ട് വിഷയമൊന്നുമില്ല, അങ്ങനെ വിചാരിക്കണ്ട. അത് കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. ആയിക്കോട്ടെ, നീ ഇമാതിരി സ്റ്റാറ്റസ് കൊണ്ടോട്ടെ. നിൻ്റെ ഉള്ളതിനാ നിനക്ക് മനസ്സിലാവില്ല, നിനക്ക് ഇത്തിരി ബുദ്ധിയില്ലായ്മയുണ്ട്. എൻ്റെ ഈ സ്റ്റാറ്റസുകളിലൊക്കെ ഒന്ന് കുറച്ചോട്ടോ. കാര്യം എൻ്റെ ഫോട്ടോ അധികമൊന്നും ഇടണ്ട, നമുക്ക് ചിലപ്പോൾ പണി കിട്ടും. ഓക്കെ, ഇൻഷാ അല്ലാ. പണി ജിമ്മൊന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഉഷാറാവും. പെരുമ്പാവൂരായിട്ട് നല്ല ജിമ്മ് നമ്മൾ ചെയ്യാൻ പോകണം. കുറച്ച് ഫിനാൻഷ്യലി നല്ല ഫണ്ട് ഇറക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. എന്തായാലും നമുക്ക് നോക്കി, എന്തായാലും നീ ചെയ്യും. എനിക്ക് ആ ഒരു പേഴ്സണൽ ലോൺ ഉണ്ട്, അതൊന്ന് ക്ലോസ് ചെയ്യണം. അതിലുള്ളൊരു ഇതാണ് ഇങ്ങനെയുണ്ട്. അതിപ്പോൾ അടച്ചിട്ടില്ല. അതിൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ അടയ്ക്കാനുള്ളൊരു മാരേജിനിപ്പോൾ ചെറിയതായിപ്പോയി. അതൊന്ന് ക്ലോസ് ചെയ്യണം. ചെന്നിട്ട് എനിക്ക് പെരുമ്പാവൂരിലെ ഏറ്റവും വലിയ ജിമ്മാണത്. സൂപ്പറായിട്ട് ചെയ്യണം ഇൻഷാ അല്ലാ. എനിക്കറിയില്ല ഒന്നും, കാര്യമൊന്നുമില്ല. ഞാൻ ചോദിച്ചിട്ടില്ല, ഉമ്മ ഒന്നും പറഞ്ഞില്ല. ഞാൻ പിന്നെ ജിമ്മിൻ്റെ കാര്യം എന്താക്കണമെന്നുള്ള ഇതിൽ നിൽക്കുക. ജിമ്മൊന്നും നമുക്ക് അവിടെ ഷിഫ്റ്റ് ചെയ്യണം. ഇച്ചിരി പൈസയൊക്കെ സെറ്റ് ചെയ്ത് അവിടെ നിന്നും കുറച്ച് പൈസ സെറ്റ് ചെയ്യണം. നീ ഒന്ന് നോക്കട്ടെ. അങ്ങനെയും മറ്റേ ബ്രദറിൻ്റെ അടുത്ത് അന്ന് കൊടുത്തില്ല ആ കുറച്ച് പൈസ. നീ കൊടുത്ത് 10 ലക്ഷം രൂപ നീ കൊണ്ട് ആർക്കും കൊടുത്തിട്ടില്ല. അത് വാങ്ങിച്ചിട്ട് നമുക്ക് ജിമ്മിൻ്റെ കുറച്ച് പണികൾ സെറ്റ് ചെയ്തിട്ട് ജിമ്മൊന്ന് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി റേഞ്ച് മാറും.
ഏതായാലും യുവതി പറഞ്ഞ ഓഡിയോ ക്ലിപ്പ് തീർച്ചയായും നിങ്ങൾ കേട്ട് കാണും. വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ അവർ തമ്മിലൊരു റിലേഷനിലായിരുന്നു എന്ന് തെളിയിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ശബ്ദ സന്ദേശത്തിലുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴായിട്ട് വലിയ ഒരു സംഖ്യ തന്നെ 65 ലക്ഷം രൂപ ഷിയാസ് കരീം കൈപ്പറ്റിയെന്ന് തെളിയിക്കുന്ന ശബ്ദ സന്ദേശം തന്നെയാണ് ഇത്. ഈ ഓഡിയോ ക്ലിപ്പിൻ്റെ ആധികാരികത മാത്രമേ പരിശോധിക്കാനുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഓക്കെ ആണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 2023 സോഷ്യൽ മീഡിയ വഴിയാണ് ഷിയാസ് കരീമിനെ പരിചയപ്പെടുന്നത് എന്നും 2024 തന്നെ ഞങ്ങൾ ലിവിങ് ടുഗദർ റിലേഷനിലേക്ക് കടന്നു എന്ന് യുവതി പറയുന്നത് വളരെ സത്യമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഓഡിയോ ക്ലിപ്പ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ പലപ്പോഴായിട്ട് ഷിയാസ് കരീം യുവതിയുടെ കയ്യിൽ നിന്നും ജിംനേഷ്യം തുടങ്ങുന്നതിന് വേണ്ടി പണം ആവശ്യപ്പെട്ടു എന്നാണ് യുവതി പരാതിയിൽ പറയുന്നത്. അത് സത്യമാണ് എന്ന് തെളിയിക്കുന്നത് വളരെ വളരെ വ്യക്തമായിട്ട് ഷിയാസ് കരീം യുവതിയോട് പറയുന്നുണ്ട്. എനിക്ക് ജിം തുടങ്ങാൻ വേണ്ടിയിട്ട് വലിയ സംഖ്യ തന്നെ പലപ്പോഴായിട്ട് ആവശ്യപ്പെടുന്നതും അതുപോലെ തന്നെ മഹർ വാങ്ങാൻ വേണ്ടിയിട്ട് 10 ലക്ഷം കടം വാങ്ങുന്ന കാര്യങ്ങളും എല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കേട്ടുകാണും. ഈ ഒരു ഓഡിയോ ക്ലിപ്പ് തീർച്ചയായിട്ടും ഷിയാസ് കരീമിന് പാരയായിട്ട് മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി ഈ ഓഡിയോ ക്ലിപ്പ് ശരിയാണോ 100% ക്ലിയർ ആണോ എന്ന് തീർച്ചയായിട്ടും ഷിയാസ് കരീമിന് കോടതിയിൽ പോയി തെളിയിക്കേണ്ടതായിട്ട് വരും. ഈ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ തീർച്ചയായിട്ടും മലയാളി സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വരും ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവെടുപ്പും അതുപോലെ തന്നെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാലാരിവട്ടം പോലീസ് മുന്നോട്ട് പോകും. ഷിയാസ് കരീം തീർച്ചയായിട്ടും ഇപ്പോൾ ഒളിവിലാണ് എന്നുള്ള വാർത്തകൾ വരെ ഇപ്പോൾ പുറത്തു വരികയാണ്. ഷിയാസ് കരീം ഈ യുവതിക്കെതിരെ ഇതിൻ്റെ മുന്നേ തന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞൊരു പോലീസ് കേസ് തീർച്ചയായിട്ടും ഷിയാസ് കരീമും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. ഏതായാലും ഷിയാസ് കരീം യുവതിയിൽ നിന്ന് പണം കൈപ്പറ്റി എന്ന് തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിക്കാമെന്ന് തോന്നുന്നു. അത്തരത്തിലുള്ള വോയിസ് ക്ലിപ്പുകൾ തന്നെയാണ്. അതുപോലെ തന്നെ ശാരീരിക ബന്ധവും ഉണ്ടായിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ശബ്ദ സന്ദേശം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പച്ചയായ ഒരു തെളിവ് തന്നെയാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഷിയാസ് കരീമിൻ്റെ മുഖംമൂടി ഓരോ ദിവസം കഴിയുന്നതോടും വലിച്ച് കീറിക്കൊണ്ടിരിക്കുകയാണ്. അതിനുതകുന്ന രീതിയിലുള്ള തെളിവുകൾ ഓരോ ദിവസവും യുവതി മാധ്യമങ്ങൾക്ക് മുമ്പാകെ പ്രദർശിപ്പിക്കുകയും കൊടുക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നിർദ്ദേശങ്ങളായി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.